ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. മൊത്തം 8 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് സർപ്രൈസായി റിലീസ് ചെയ്ത ഒരു മലയാള സിനിമ ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവീസ് റിവ്യൂസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിലെത്തുന്നതാണ്. നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ബേസിൽ ജോസഫ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ മാർച്ച് മാസം 14-ാം തീയതി റിലീസ് ചെയ്തുള്ള അവർ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്, ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. വനവാസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വൻവാസ്. C5 ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. C5 ഇപ്പോൾ റിലീസിംഗ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. മാർച്ച് മാസം 14-ാം തീയതി ഈ ഒരു സിനിമ C5 വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസാണ്, ഒരു ആമസോൺ പ്രൈം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സീരീസാണ്. ദ വീൽ ഓഫ് ടൈം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസിൻ്റെ പുതിയ സീസണാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മാർച്ച് മാസം 13-ാം തീയതി ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. കന്നഡ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി മാർച്ച് മാസം 21-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് വിശ്വക്സൻ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയായിരുന്നു ലൈല എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്, ആക്ഷൻ പിന്നെ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ്. തല എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റെൻ്റ് ഓപ്ഷനിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു തെലുങ്ക് മൂവിയാണ്, ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ജത്താര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ഈ ഒരു സിനിമ റെൻ്റ് ഓപ്ഷനിലാണ് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്താണ് പിന്നെ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് റിലീസ് ചെയ്ത മലയാള സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസനും സണ്ണി വെയിനും അനാർക്കലി മരക്കാറും മഞ്ജു വർഗീസൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മൂവിയായിരുന്നു ത്രയം എന്ന് പറഞ്ഞ സിനിമ. കുറച്ച് കാലം മുമ്പേ തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത് പരാജയപ്പെട്ടൊരു സിനിമ കൂടിയായിരുന്നു ത്രയം എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ആമസോൺ പ്രൈമിൽ ഇപ്പോൾ സർപ്രൈസ് ആയിട്ട് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്നത്തെ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഈ ഒരു പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ സിനിമകളും സീരീസുകളൊക്കെ കാത്തിരിക്കുന്നുണ്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ട്, കണ്ട സിനിമകളുണ്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.